അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മിനിയേച്ചർ പേഴ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്ക് ക്രാഫ്റ്റിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കളർ പേപ്പേഴ്സാണ്. ഞാൻ ആകെ 2 കളർ പേപ്പേഴ്സ് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ എടുക്കാം. ഇഷ്ടമുള്ള കളറായിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടർ എടുക്കാം. ഞാൻ ഇപ്പോൾ യൂണിക്കോൺ എടുത്തിട്ടുള്ളത്. ഈ യൂണിക്കോൺ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റെയിൻബോ കളേഴ്സ് കളർ പേപ്പർ എടുക്കുക. ഞാൻ ഇപ്പോൾ പിങ്ക് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്യുന്ന മാതിരി ഫോൾഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ചെയ്ത മാതിരി ചെയ്യണം. ഇപ്പോൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഗം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഗമ്മ് തേച്ചിട്ട് അവിടെ ഫോൾഡ് ചെയ്യുകയാണ്. ഗമ്മ് തേച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വൈറ്റ് പേപ്പറാണ് വേണ്ടത്. കുറച്ച് നോയ്സൊക്കെ കേൾക്കാൻ ക്ഷമിക്കണം. ഞാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് രണ്ടും കൂടി നമ്മൾക്ക് ഒരു ഇതിനെ നമ്മൾ ഗമ്മ് തേച്ചിട്ട് മറ്റേത് നമുക്ക് ഒട്ടിക്കണം. അതിൻ്റെ മുമ്പ് നമ്മൾ വൈറ്റ് A4 ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ അത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അളവിൽ നമ്മൾ പേപ്പർ ഫോൾഡ് ചെയ്യണം. നമുക്ക് A4 ഷീറ്റിൻ്റെ പകരം ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിപ്പോൾ യൂണിക്കോൺ ആയതുകൊണ്ട് തന്നെ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ അതിൻ്റെ അളവിൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പിങ്ക് കളറുള്ള ഇത് അതിൻ്റെ അളവിന് വലിപ്പം കൂടുതലാണ്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഉണ്ടത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിന് കറക്റ്റ് ഫിറ്റായി. നമ്മൾക്കത് ഗമ്മ് തേക്കണം. എന്നിട്ട് അതിന്മേ ഫിറ്റ് ചെയ്യണം. അതിന് ഒട്ടിക്കണം. നിങ്ങളെ കയ്യിൽ ഡോൾസൊക്കെ ഇല്ലേ, ഡോൾസിൻ്റെ ഡ്രസ്സിൻ്റെ ബാക്കിൽ ഉണ്ടാവില്ല ഒരു ഒട്ടിക്കുന്ന സാധനം, അതായാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ പേരറിയില്ല. അതാണ് ഞാനിപ്പോൾ ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ടാണ് അവിടെ ഒട്ടിക്കുന്നത്. അപ്പോൾ തുറക്കാനും പൂട്ടാനും ഒക്കത്തിനും പറ്റുന്നുണ്ട്. അത് ഒട്ടിപ്പ് പോയാലും നമ്മൾക്ക് വേറെ ടാപ്പ് എടുത്തിട്ട് ഒട്ടിച്ചാലും മതി. ഇത് ഞാൻ ഇപ്പോൾ കുറേ ചെയ്ത് നോക്കി, അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചപ്പോൾ. നിങ്ങൾക്ക് ഗമ്മിന് പകരം ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിക്കുക. എൻ്റെ കയ്യിൽ ഡബിൾ സൈഡ് ടാപ്പ് കുറച്ച് കട്ടില്ലാതായത് തന്നെ പൊന്തി നിൽക്കും. അതുകൊണ്ട് ഞാൻ അത് ഒട്ടിച്ചില്ലെങ്കിൽ കട്ടില്ലാത്ത ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിക്കാം. അപ്പോൾ ഗമ്മിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ രണ്ടും ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് വൈറ്റ് പേപ്പറും ഒട്ടിക്കണം. ഞാൻ യൂണിക്കോണാണ് വരക്കാൻ പോകുന്നത്. ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോളാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവി ഗമ്മ് എടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗമ്മ് എടുക്കാം. ഒട്ടിച്ചിട്ടുണ്ട് ഗമ്മ്. നമുക്ക് അവിടെ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിക്കണം.
ചെറിയ 2 പീസുകൾ മതി അവിടെ ഒട്ടിക്കാൻ. നമുക്ക് യൂണിക്കോണിൻ്റെ പിക്കവിടെ വരക്കണം. ഞാൻ ഐയും പിന്നെ അതിൻ്റെ ലിപ്പ് ചുണ്ടും വരക്കണം. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ പിങ്ക് ഷെയ്ഡ് കൊടുക്കണം. ഒരു ഷെയ്ഡ് കൊടുക്കണം. ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൊമ്പും വേണം. 2 കഷ്ണം 2 ഇയർ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇയറിൻ്റെ നടുക്കായി പിങ്ക് ഷെയ്ഡ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൊമ്പിന് ഗോൾഡൻ കളറും കൊടുക്കണം. അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഫിനിഷ്. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓപ്പണായി നിൽക്കുന്ന ഒരു ഭാഗമില്ലേ, മുകൾ ഭാഗം, അവിടെ ഞാൻ ഗമ്മ് ഒട്ടിച്ചു. ഇപ്പോൾ ഞാൻ കൊമ്പും ഗോൾഡൻ കളർ കൊടുത്തെടുത്തിട്ടുണ്ട്. പൊട്ടിച്ചിട്ട് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ ഹലോ കിറ്റിൻ്റെ ബോക്സ് ഉണ്ട്. പിന്നെ ഒരു ഹലോ കിറ്റിൻ്റെ ലോക്കറ്റ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ട് തന്നതാണ്. അതിൽ ഞാൻ അത് വിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് കുറേ അങ്ങനത്തെ പേപ്പർ വെച്ചിട്ടുണ്ടാക്കുകയാണ്. നമുക്ക് കുറേ സാധനങ്ങൾ ഇട്ടേക്കാം. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളെ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ക്യൂട്ട് ഹലോ കിറ്റി ക്യൂട്ട് യൂണിക്കോൺ പരിപാടി പേഴ്സ് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.